എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സ്ക്വയർ ആൻഡ് എ ക്യൂബ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കണ്ട് പഠിച്ച ശേഷം ബാക്കി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. നമുക്കിന്ന് പഠിക്കാനുള്ളത് സ്ക്വയർ നമ്പർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ why are the numbers 1, 4, 9, 6 are called squares? 1, 4, 9, 6 എന്ന് പറയുന്ന നമ്പറിനെ സ്ക്വയർ എന്ന് പറയാൻ കാരണം എന്ത്? We know that the number of unit square in a square is the product of its sides. അതായത് ഒരു സ്ക്വയറിൻ്റെ ഏരിയ, ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് ഇവിടെ ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ഓരോ സൈഡിലും 5 സ്ക്വയർ. ഇവിടെ 1, 2, 3, 4, 5. താഴോട്ട് 1, 2, 3, 4, 5. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ സൈഡിൻ്റെ ലെങ്ത്? ഇവിടെ 1 യൂണിറ്റ് ആണ് ഇതിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത്. ഇത് 1 യൂണിറ്റ്, ഇവിടെ 1 യൂണിറ്റ്, അങ്ങനെ ടോട്ടൽ ഈ സൈഡ് 5 യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? 5 യൂണിറ്റ്സ്. താഴോട്ട് ഇവിടെ എത്രയും 1 യൂണിറ്റ്, 2, 3, 4, 5 യൂണിറ്റ്. താഴോട്ടും 5 യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അപ്പോൾ 5 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അതായത് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ 2 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. അതായത് 1ൻ്റെ സ്ക്വയർ, 1നെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 നമുക്ക് 1 എന്ന് കിട്ടും. 2 സ്ക്വയർ, 2നെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. അതാണ് ഈ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. 1ൻ്റെ സ്ക്വയർ 1, 1 ഇൻറ്റു 1 1. ദെൻ 2ൻ്റെ സ്ക്വയർ എന്താണ്? 2 ഇൻറ്റു 2 4. അതായത് 2 സൈഡ് ഉള്ള യൂണിറ്റ് സൈഡിൻ്റെ ലെങ്ത് 2 ആയ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 4 സ്ക്വയർ യൂണിറ്റ്സ്. ദെൻ യൂണിറ്റ് സ്ക്വയറിൻ്റെ സൈഡ് 3 യൂണിറ്റ്സ് ആയാൽ ഏരിയ എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 9 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇനി ഒരു സ്ക്വയറിൻ്റെ സൈഡ് 4 യൂണിറ്റ്സ് ആയാൽ അതിൻ്റെ ഏരിയ 4 ഇൻറ്റു 4 16 എന്ന് കിട്ടും. അടുത്ത ഒരു സ്ക്വയറിൻ്റെ സൈഡ് 5 യൂണിറ്റ്സ് ആയാൽ അതിൻ്റെ ഏരിയ 5 ഇൻറ്റു 5 25 എന്ന് കിട്ടും. ദെൻ ഇനി 10 യൂണിറ്റ്സ് ആയാൽ അതിൻ്റെ ഏരിയ 10 ഇൻറ്റു 10 100 എന്ന് കിട്ടും. അതാണ് ഇവിടെ സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. 1 ഇൻറ്റു 1 1 സ്ക്വയർ ഈക്വൽ ടു 1. ദെൻ 2 ഇൻറ്റു 2 2 സ്ക്വയർ ഈക്വൽ ടു 4. ദെൻ 3 ഇൻറ്റു 3 3 സ്ക്വയർ ഈക്വൽ ടു 9. 4 ഇൻറ്റു 4 4 സ്ക്വയർ ഈക്വൽ ടു 60. 5 ഇൻറ്റു 5 5 സ്ക്വയർ ഈക്വൽ ടു 25. ഓക്കെ, അപ്പോൾ ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 6ൻ്റെ സ്ക്വയർ എത്രയെന്ന് ചോദിച്ചാൽ 6 ഇൻറ്റു 6 ചെയ്ത് 36 ആണ് നമ്മുടെ ആൻസർ. അതുപോലെ ഏതൊരു നാച്ചുറൽ നമ്പറിനെയും നമുക്ക് എടുക്കാം. അതുപോലെ അതാണ് ഇവിടെ എനി നമ്പർ n വി റൈറ്റ് n ഇൻറ്റു n ഈക്വൽ ടു n സ്ക്വയർ. ഏതൊരു നാച്ചുറൽ നമ്പർ n എടുത്താലും അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് n ഇൻറ്റു n ആയിരിക്കും. ഓക്കെ, വിച്ച് ഈസ് റീഡ് ആസ് n സ്ക്വയർഡ്. Can we have square of side length 3/5 or 2.5 units? അതായത് നാച്ചുറൽ നമ്പറിന് മാത്രമല്ല സ്ക്വയർ ഉള്ളത്, ഡെസിമൽ നമ്പേഴ്സിനും ഫ്രാക്ഷണൽ നമ്പേഴ്സിനും സ്ക്വയർ എടുക്കാൻ പറ്റും. ഇവിടെ 3/5 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3/5നെ 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. 3/5 ഇൻറ്റു 3/5 ഈക്വൽ ടു 3 ഇൻറ്റു 3 9, 5 ഇൻറ്റു 5 25. അപ്പോൾ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കാൻ പറ്റും. ദെൻ ഡെസിമൽ നമ്പർ 2.5 സ്ക്വയർ എങ്ങനെ ചെയ്യും? 2.5നെ 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. 2.5 ഇൻറ്റു 2.5. ഇവിടെ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസറിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ട് 6.25 എന്ന് കിട്ടും. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിനും ഫ്രാക്ഷണൽ നമ്പേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയർ എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ദ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ ആർ കോൾഡ് പെർഫെക്റ്റ് സ്ക്വയർ. അതായത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയറിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ദെൻ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ ബിലോ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 മുതൽ 30 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, നമ്പറിനെ 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100.
Then 11 square 121. 12 square 144. 13 square 169. 14 square 196. Then 15 square 225. 16 square 256. 17 square 289. 18 square 324. 19 square 361. Then 20 square 400. Next 21 square 441. 22 square 484. Then 23 square equal to 529. കൂട്ടുകാർ ചെയ്തു നോക്കുക. 23 ഇൻറ്റു 23 ആണ്. ദെൻ 24ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 24 ഇൻറ്റു 24 576 എന്ന് കിട്ടും. ദെൻ 25ൻ്റെ സ്ക്വയർ 625. 26 സ്ക്വയർ 676. 27 square 729. 28 square 784. 29 square 841. Then 30 square 900. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാവരും മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് പാറ്റേൺസ് ഡു യു നോട്ടീസ്? എന്താണ് നമുക്ക് ഈ കിട്ടിയ ആൻസറിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഓരോ സ്ക്വയറിന്റെ നമ്പറും ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതിന്റെ വൺസിന്റെ പ്ലേസിലെ നമ്പേഴ്സ് കണ്ടോ? ഇവിടെ 1 4 9 6 5 6 9 4 1 0. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 0 1 4 6 9. ഇവിടെയെങ്കിലും 8 ഉണ്ടോ? ഇല്ല. 7 ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? 2 ഉണ്ടോ? ഇല്ല. 8 ഇല്ല. അപ്പോൾ എന്താണ്? ഒരു നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അതിന്റെ ആ കിട്ടുന്ന സ്ക്വയറിന്റെ വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കും? 1 4 5 6 9 0. 0 നമുക്ക് ആദ്യം കൊടുക്കാം. 0 1 4 5 6 9. 0 1 4 5 6 9 എന്നീ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എടുത്താലും അതിന്റെ വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പർ 0 1 4 5 6 9 ആയിരിക്കും. ഒരിക്കലും എന്ത് വരില്ല? 2 വരില്ല, 3 വരില്ല, 7 വരില്ല, 8 വരില്ല. ഒരു നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ അതിന്റെ വൺസിന്റെ പ്ലേസിൽ ഒരിക്കലും 2 3 7 8 എന്നീ നമ്പേഴ്സ് വരില്ല. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 0 1 4 5 6 or 9 ഇത്രയും നമ്പേഴ്സ് മാത്രമേ വൺസിന്റെ പ്ലേസിൽ വരൂ. 2 3 7 8 എന്നീ നമ്പേഴ്സ് സ്ക്വയർ എടുക്കുമ്പോൾ വരില്ല. ഇഫ് ദ നമ്പർ എൻഡ്സ് ഇൻ 0 1 4 5 6 or 9 ഇറ്റ് ഈസ് ഓൾവേസ് എ സ്ക്വയർ. അപ്പോൾ ഈ 0 1 4 5 6 9 അവസാനിക്കുന്ന നമ്പർ എല്ലാം സ്ക്വയർ ആയിരിക്കുമോ? എപ്പോഴും നോക്കാം. ഇവിടെ 6 അവസാനിക്കുന്ന നമ്പറാണ് 36. അപ്പോൾ 36 എന്തിന്റെ സ്ക്വയർ ആണ്? 6ന്റെ സ്ക്വയർ ആണ്. എന്നാൽ 26 എടുത്താലോ? ഇവിടെ 6ലാണ് അവസാനിക്കുന്നത്. പക്ഷേ ഏതിന്റെയെങ്കിലും സ്ക്വയർ ആണോ 26? അല്ല. അപ്പോൾ ഈ നമ്പേഴ്സ് വന്നാലും അത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആവണം എന്നില്ല. എപ്പോഴും ഈ 0 1 4 5 6 9 എന്നിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് സ്ക്വയർ ആവണമെന്നില്ല. എന്നാൽ ഒരിക്കലും എന്തും വരില്ല? 2 3 7 8 എന്ന നമ്പേഴ്സ് ഒരിക്കലും എൻഡ് ചെയ്യുകയും ഇല്ല. ഓക്കെ അല്ലേ? ദെൻ write 5 numbers such that you can determine by looking at 3 unit digits that they are not squares. എന്താണ്? അപ്പോൾ ഇവിടെ വേറെന്ത് പ്രത്യേകതയാണ് കണ്ടിട്ടുള്ളത്? 1 സ്ക്വയർ 9 സ്ക്വയർ 11 സ്ക്വയർ 21 സ്ക്വയർ 29 സ്ക്വയർ. അപ്പോൾ നമുക്ക് അത്രയും നമ്പേഴ്സ് എടുക്കാം. 1 സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, 9ന്റെ സ്ക്വയർ 81, then 11ന്റെ സ്ക്വയർ 121, 19 സ്ക്വയർ 361, then 21ന്റെ സ്ക്വയർ 441, 29ന്റെ സ്ക്വയർ 8
41. ഇതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇത്രയും നമ്പേഴ്സിൽ? ഇവിടെ 1, 9, 1ലും 9ലും ഉള്ള 1, 9 എന്നീ നമ്പറിൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയറിൽ എപ്പോഴും എന്തായിരിക്കും അവസാനം? 1 ആയിരിക്കും. കണ്ടോ, ഇവിടെ 1ൽ അവസാനിച്ചു, ഇവിടെ 1 ആണ് വൺസിന്റെ പ്ലേസിൽ, അപ്പോൾ സ്ക്വയറിലും അവസാനം 1. അവസാനം ഇവിടെ 9 വന്നാലും ഇവിടെ ലാസ്റ്റ് 1 ആയിരിക്കും. ഇവിടെ ലാസ്റ്റ് 21ൽ 1 ആണ്, അപ്പോൾ സ്ക്വയറിന്റെ ലാസ്റ്റും 1 ആണ്. 29ൽ ലാസ്റ്റ് 9 ആണ്, അതുപോലെ സ്ക്വയറിന്റെ ലാസ്റ്റും 1 ആണ്. അപ്പോൾ 1, 9 എന്നീ നമ്പർ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് കിട്ടുന്ന സ്ക്വയറിന്റെ ലാസ്റ്റ് വൺസിന്റെ പ്ലേസിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് 11, 21, 31, 41, അതുപോലെ 9ൽ അവസാനിക്കുന്ന നമ്പർ 9, 19, 29 എന്നീ നമ്പേഴ്സിന്റെയൊക്കെ സ്ക്വയർ എടുക്കുമ്പോൾ ആ കിട്ടുന്ന ആൻസറിന്റെ വൺസിന്റെ പ്ലേസിൽ 1 ആയിരിക്കും. ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 6ന്റെയും 4ന്റെയും സ്ക്വയർ എടുത്ത് നോക്കാം. 6ഉം 4ഉം. 4ന്റെ സ്ക്വയർ കണ്ടോ, 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36. അപ്പോൾ 4ൽ അവസാനിക്കുന്നതിലും 6 ആയിരിക്കും, 6ൽ അവസാനിക്കുന്നതിലും 6 ആയിരിക്കും. ദെൻ 14ന്റെ അവസാനം 4 ആണ് അല്ലേ, അപ്പോൾ 4ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ആൻസറിന്റെ അവസാനം 6. 24 ആണെങ്കിലോ ഇവിടെയും അവസാനം 4 ആണ്, അതിന്റെ ആൻസറും അവസാനം 6ലാണ് അവസാനിക്കുന്നത്. അതുപോലെ 6ന്റെ സ്ക്വയർ 36 ആണ്, 16ന്റെ സ്ക്വയർ 256. അവിടെ രണ്ടും 6ലാണ് അവസാനിക്കുന്നത്, 6 ഇവിടെ ആൻസറിലും 6 ആണ്. 26ന്റെയും സ്ക്വയറിന്റെ ലാസ്റ്റ് 6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 4, 6 ഇതിൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ ആൻസറിലും എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് 3ഉം 7ഉം എടുത്ത് നോക്കാം. 3ഉം 7ഉം. 3യുടെ സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ 3ൽ അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ 9ലാണ് അവസാനിക്കുന്നത്. 13 ഇവിടെ 3 ആണ്, അപ്പോൾ അത് അവസാനിക്കുന്നത് 9ലാണ്. ദെൻ 23യും അവസാനിക്കുന്നത് 9ലാണ്. ദെൻ 7ൻ്റെതാണെങ്കിലോ 47, 7ൻ്റെത് അവസാനിക്കുന്നത് 9ലാണ്. ദെൻ ഇവിടെയും 7 അവസാനിക്കുന്നത് 9ലാണ്. 17ൽ 289. ദെൻ 27ന്റെ സ്ക്വയർ എടുത്താൽ അവിടെയും 9ലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3, 7 ഈ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അവസാനം എന്തിലായിരിക്കും അവസാനിക്കുന്നത്? 9ലായിരിക്കും. ദെൻ അടുത്ത 5 ആണെങ്കിലോ 5ന്റെ സ്ക്വയർ 25, ഇവിടെ എന്ത് ചെയ്തത്? 5ലാണ്. 15ന്റെ സ്ക്വയർ 225, ഇവിടെ എന്ത് ചെയ്യുന്നത്? 5ലാണ്. 25ന്റെ സ്ക്വയർ 625, അവിടെയും എന്ത് ചെയ്യുന്നത്? 5ലാണ്. അപ്പോൾ നമുക്ക് 5ൽ എന്ത് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ ആൻസറിലും എന്ത് കിട്ടും? വൺസിന്റെ പ്ലേസിൽ 5 ആയിരിക്കും. ഇനി 2ഉം 8ഉം എടുത്ത് നോക്കാം. 2ന്റെ സ്ക്വയർ 4 ആണ്, 2 4ലാണ് എൻഡ് ചെയ്തത്. ദെൻ 12 ആണെങ്കിൽ അവിടെയും ലാസ്റ്റ് 2 ആൻസറിന്റെ ലാസ്റ്റ് 4 ആണ്. 22ലെ ലാസ്റ്റ് 2 ആൻസറിന്റെ ലാസ്റ്റും 4 ആണ്. അതുപോലെ 8ന്റെയും നോക്കാം. 8ന്റെ സ്ക്വയർ 64, ലാസ്റ്റ് 4. 18ന്റെ സ്ക്വയർ 324, അവിടെയും ലാസ്റ്റ് 4 ആണ്. 28ന്റെ സ്ക്വയർ 784, അവിടെയും ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ 2, 8 എന്നീ നമ്പേഴ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ സ്ക്വയർ ഏതിലായിരിക്കും അവസാനിക്കുന്നത്? 4ലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഒരു നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് 1 or 9 ആയാൽ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അടുത്ത് പഠിച്ചത് ഏതാണ്? 4, 6 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ 4 അല്ലെങ്കിൽ 6 എന്നിൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ കിട്ടുന്ന ആൻസർ 6ൽ തന്നെ ആയിരിക്കും അവസാനിക്കുന്നത്, 6ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ദെൻ 3, 7, 3 or 7 ഈ നമ്പേഴ്സ് എടുത്താൽ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9ലായിരിക്കും അവസാനിക്കുന്നത്. ദെൻ 5 ആണെങ്കിൽ 5 തന്നെ ആയിരിക്കും, 5ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 5 തന്നെയാണ് അവസാനിക്കുന്നത്. ദെൻ
2 ആൻഡ് 8 ഈ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും എൻഡ് ചെയ്യുന്നത്? 4-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഹാവ് ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. അപ്പോൾ എന്താണ് 6? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഹാവ് ദ ഡിജിറ്റ് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ്. ഇതിൽ ഏതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് 6 യൂണിറ്റ് പ്ലേസിൽ വരുന്നത്? നമ്മളിവിടെ പഠിച്ചു 6 വരണമെങ്കിൽ 4-ലും 6-ലും എൻഡ് ചെയ്യണം. 4-ലും 6-ലും എൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ 6 വരും. അപ്പോൾ 4-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 34 സ്ക്വയർ, 46 സ്ക്വയർ, 56 സ്ക്വയർ, 74 സ്ക്വയർ. ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 6-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ സീറോസിന്റെ സ്ക്വയർ എടുത്താൽ, അതായത് 10ന്റെ സ്ക്വയർ എടുത്താൽ 10-ൽ 1 0 ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ 2 0. ഇവിടെ 20-ൽ 1 0 ആണ്. 20യുടെ സ്ക്വയർ 400-ൽ 2 0. ഇവിടെ 40യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 1600. ഇവിടെയും 2 0. അപ്പോൾ ഇവിടെ 1 0 ആണെങ്കിൽ ആൻസറിൽ 2 0 വരും. ഇവിടെ 100ന്റെ സ്ക്വയറിൽ 2 0 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറിൽ 4 0. ഇവിടെയും 2 0, ഇവിടെയും 4 0. അപ്പോൾ ഇവിടെ നമ്പറിൽ 1 0 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറിൽ 2 0. നമ്പറിൽ 2 0 ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി 4 0 കിട്ടും. ഇവിടെ 3 0 ആണെങ്കിൽ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് 6 0 കിട്ടും. അപ്പോൾ ഇവിടെ ഓഡ് നമ്പർ വന്നാലും ഇവിടെ 1, ഇവിടെ 2, 3. അപ്പോൾ ഓഡ് ആയാലും ഈവൻ ആയാലും നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ സീറോസിൻ്റെ നമ്പർ എന്താണ്? ഇതിൻ്റെ ഡബിൾ ആയിട്ടായിരിക്കും പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുമ്പോൾ വരുന്നത്. If a number contains 3 0 at the end, how many zeros will its square have end? അതായത് ഒരു നമ്പർ 3 zeros-ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയറിനകത്ത് എത്ര 0 കാണും? ഇതിൻ്റെ ഇരട്ടി കാണും അല്ലേ? അപ്പോൾ 6 0 കാണും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്